നെന്മാറ ഇരട്ടക്കൊലപാതക കേസിൽ പ്രതി ചെന്താമരയ്ക്കെതിരെ അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചു. 480 പേജുള്ള കുറ്റപത്രത്തിൽ 132 സാക്ഷികളും 30-ലേറെ ശാസ്ത്രീയ തെളിവുകളുമുണ്ട്. വ്യക്തിവൈരാഗ്യവും പകയുമാണ് കൊലപാതകത്തിന് കാരണമെന്നും കുറ്റപത്രത്തിലുണ്ട്. കുറ്റപത്രത്തിന്റെ പകർപ്പ് ന്യൂസ് മലയാളത്തിന് ലഭിച്ചു. നെന്മാറ പോത്തുണ്ടി സ്വദേശിയായ സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരെ കൊലപ്പെടുത്തിയ കേസിൽ സംഭവം നടന്ന് 58-ാം ദിവസമാണ് ആലത്തൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. സുധാകരന്റെ കുടുംബത്തോടുള്ള വ്യക്തിവിരോധമാണ് കൊലപാതകത്തിന് കാരണം. 132 സാക്ഷികളിൽ ഒരാൾ ദൃക്സാക്ഷിയാണ് എന്നത് നിർണായകമാണ്. 30-ലേറെ ശാസ്ത്രീയ തെളിവുകളുണ്ട്. ഇതിൽ കൊല്ലാനുപയോഗിച്ച ആയുധത്തിൽ കൊല്ലപ്പെട്ടവരുടെയും പ്രതിയുടെയും DNA കണ്ടെത്തിയിട്ടുണ്ട്. പ്രതിയുടെ മുണ്ടിൽ കൊല്ലപ്പെട്ടവരുടെ രക്തക്കറയും തെളിവായി. പ്രതിക്ക് മാനസിക രോഗമില്ലെന്നും ഇടം കയ്യനാണെങ്കിലും 2 കൈയും ഉപയോഗിച്ചും വെട്ടാൻ കഴിയുമെന്ന് തെളിയിക്കുന്ന രേഖയുണ്ട്. പഴുതടച്ച കുറ്റപത്രം എന്നതാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായ N. മുരളീധരന്റെ ആത്മവിശ്വാസം. ഞങ്ങൾ എല്ലാ ശാസ്ത്രീയ തെളിവുകളും ഡിജിറ്റലായിട്ടുള്ള എല്ലാ എവിഡൻസും മാക്സിമം കളക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ കേസിൻ്റെ റിവ്യൂ റേഞ്ച് തലത്തിലെ DIG ഹരിശങ്കർ സാറും പിന്നെ ഞങ്ങളുടെ SP അജിത് കുമാർ സാറും ഒരാഴ്ച നോക്കുമായിരുന്നു. പിന്നെ ലീഗലി എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് തന്നെയാണ് കുറ്റപത്രം കൊടുത്തത്. സാക്ഷികൾ നമുക്ക് നല്ല സാക്ഷികളെ ദൃക്സാക്ഷിയാണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പ്രതിക്ക് വധശിക്ഷ കിട്ടണമെന്നും പോലീസ് അന്വേഷണത്തിൽ തൃപ്തിയുണ്ടെന്നും കൊല്ലപ്പെട്ട സുധാകരന്റെ മക്കൾ പറഞ്ഞു. അയാൾക്ക് വേണ്ടത്ര വധശിക്ഷ തന്നെ കൊടുക്കുക, അത് മാത്രമേ ഞങ്ങൾക്കുള്ളൂ. ഞങ്ങൾ അനാഥരാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വിശ്വാസമുള്ളത് കോടതിയാണ്. കോടതിയും പോലീസുമാണ് ഇപ്പോൾ ഉള്ളത്. സാക്ഷികളെ കണ്ടെത്താൻ ഗൂഗിൾ ടൈം ലൈൻ ഉൾപ്പെടുത്തിയതും പ്രധാനപ്പെട്ടതാണ്. ജനുവരി 27-നാണ് നാടിനെ നടുക്കിയ കൊലപാതകം നടന്നത്. 2019-ൽ സുധാകരന്റെ ഭാര്യ സജിതയെ വെട്ടിക്കൊലപ്പെടുത്തിയ ചെന്താമര ജാമ്യത്തിലിറങ്ങിയാണ് സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും കൊന്നത്. ന്യൂസ് മലയാളം, പാലക്കാട്.